ഹായ് ഹലോ നമസ്കാരം. കോറൽ ഡ്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് എങ്ങനെയാണ് കോറൽ ഡ്രോയിൽ ഒരു ടേബിൾ ടോപ്പ് കലണ്ടർ അല്ലെങ്കിൽ ഡെസ്ക് കലണ്ടർ ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡെസ്ക് കലണ്ടർ നമുക്ക് പല സോഫ്റ്റ്വെയറിൽ ചെയ്യാം കേട്ടോ. കോറൽ ഡ്രോയിൽ ചെയ്യാം, അതേപോലെ തന്നെ ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, അതേപോലെ തന്നെ ഫോട്ടോഷോപ്പ്, ഈ ഒരു തുടങ്ങിയ സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഞാനത് കാണിക്കുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പല ഐഡിയാസ് കിട്ടും. ഓക്കെ, അതായത് ഞാൻ ചെയ്യുന്ന കാര്യത്തിലൂടെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ പിന്നീട് ഒരിക്കൽ അത് മെനു കാർഡ് ആയിക്കോട്ടെ, മെനു കാർഡിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അതേപോലെ തന്നെ എന്തും ആയിക്കോട്ടെ, നമ്മൾ നോട്ടീസ് ആയിക്കോട്ടെ, നോട്ടീസ് ഡിസൈൻ ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, നമ്മൾ ഈ ചെയ്യുന്ന ഞാൻ പറയുന്ന ഐഡിയാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യും, ഗുണം ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഒരു ഡെസ്ക് ടോപ്പിൽ ഒതുക്കിയിട്ടോ. ഓക്കെ, നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ മെനു കാർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, നോട്ടീസുകൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം, അതേപോലെ തന്നെ കവർ ഡിസൈനുകൾ, അതേപോലെ തന്നെ ലെറ്റർ ഹെഡുകൾ, ഇതെല്ലാം നമ്മൾ പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്, വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇത് കൂട്ടുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ന്യൂ ഡോക്യുമെൻ്റ് എടുത്തിട്ട് ഇവിടെ മില്ലിമീറ്റർ അല്ല കൊടുക്കുന്നത്, ഞാൻ ഇവിടുന്ന് ഇഞ്ചസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇഞ്ചസ്. ഓക്കെ, വിഡ്ത്ത് നമുക്ക് വേണ്ടത് ഒരു 8 ഹൈറ്റ് വേണ്ടത് 6. ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ എഴുതി വെച്ചേക്കാം. എനിക്കിപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഇവിടുന്ന് മെഷർമെൻറ്റ് മാറ്റാം കേട്ടോ. അതായത് ഇപ്പോൾ വിഡ്ത്ത് വേണമെങ്കിൽ 6 കൊടുത്തിട്ട് ഹൈറ്റ് വേണമെങ്കിൽ 8 കൊടുക്കാം. അങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, മീൻസ് നമ്മുടെ ഇഷ്ടമാണത്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ നിന്ന് സെറ്റ് ചെയ്യാം. ഞാൻ ഉദ്ദേശിക്കുന്നത് ലാൻഡ്സ്കേപ്പാണ്. നിങ്ങൾക്ക് പോർട്രേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് കൊടുത്താൽ മതി. ഞാൻ ഉദ്ദേശിക്കുന്നത് ലാൻഡ്സ്കേപ്പാണ്. ഇഞ്ചസിൽ വേണം കൊടുക്കാനായിട്ട്. CMYക്ക് വേണ്ട 6 GB മതി. ഓക്കെ, ഇതിന് ശേഷം നമുക്ക് എത്ര മാസങ്ങളുണ്ട്, മൊത്തം 12 മാസങ്ങളുണ്ടല്ലേ. ഞാൻ ഇവിടുന്ന് 12 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. ഓക്കെ, 12 പേജിലും എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 12 എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. അത് 12 കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഈ എപ്പിസോഡിൻ്റെ പകുതി എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കലണ്ടർ എന്ന് കൊടുക്കുന്നുണ്ട് 2026. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ 12 മാസങ്ങൾ കണ്ടോ, മീൻസ് 12 മാസങ്ങളല്ല 12 പേജുകൾ കണ്ടോ, ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ 12 പേജും എന്തായി വന്നിട്ടുണ്ട്, ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഫയലിൽ വരാണ്, ഇമ്പോർട്ട് എടുക്കുകയാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ഇമേജുകൾ കണ്ടോ നേരത്തെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, അങ്ങനെ കുറച്ച് ഇമേജുകൾ 2026 ഡെസ്ക്ടോപ്പ് കലണ്ടറിൻ്റെ മന്തുകൾ ഞാനിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഞാനിത് ഈ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫയല്, കോറൽ ഡ്രോയുടെ ഫയല് ഞാൻ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ രീതിയിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ജനുവരിയിൽ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇവിടുന്ന് ഇമ്പോർട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുമ്പോഴും അതേപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഡ്രാഗ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് ഞാൻ മുന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ കണ്ടുവരിക, എന്നാലാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ട് പ്രയോജനമുള്ളൂ എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫയലിൽ ഇമ്പോർട്ട് എടുത്തു, ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാനിപ്പോൾ ഒരു സ്ക്വയർ ഞാൻ ഇവിടുന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതെന്തിനാണ് ഞാൻ കാണിച്ചു തരാം. Ctrl I അടിച്ചു, ജനുവരിയിൽ ക്ലിക്ക് ചെയ്തു, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, Ctrl A അടിക്കുകയാണ്, മൊത്തം സെലക്ട് ചെയ്തിട്ട് C-യും E-യും അടിച്ചാൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, ആ ഒരു പേജിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് എന്തായി ഇത് കയറി വന്നു. അതായത് ഇപ്പോൾ ഈ ഒരു പിക്ചർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതും 8:6 അളവിലാണ്. ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു അളവാണ്. ഈ 8:6 അളവിലാണ് ഞാൻ കറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പേജിൻ്റെ ഉള്ളിൽ എന്തായത് കറക്റ്റ് മെഷർമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറിയത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് 2026 എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഒരു 48 അളവ് കൊടുത്തിട്ട് ഞാൻ ഇവിടുന്ന് ഫോണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ മേളിൽ നിന്ന് ഒരു വര വരച്ചിട്ട് നമുക്ക് ഈ വര ഇവിടെ കണ്ടില്ലെങ്കിൽ നേരെ വ്യൂ മെനുവിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇവിടുന്ന് റൂളേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഓഫ് ആണെങ്കിൽ നിങ്ങൾ ഇതിൽ കാണൂല.
ഓക്കെ, ഇത് ഓഫ് ആണെങ്കിൽ ഓക്കെ റൂളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യണം. Alt+Shift+R ആണ് അതിൻ്റെ ഷോർട്ട് കീട്ടാ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് ഇതിനെ അലൈൻമെൻറ്റ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഓപ്പാക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഇമേജിനെ, ഈ ഒരു ടെക്സ്റ്റിനെ ഞാൻ ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് നോക്കിയാൽ, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കലണ്ടർ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മറിച്ചിടുമല്ലോ, നമ്മൾ ഡെസ്ക്ടോപ്പ് ആകുമ്പോൾ ഇങ്ങനെ മറിച്ചിടുന്ന ഒരു സെറ്റപ്പ് ആലോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ഇമേജിനെ, ഈ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഇവിടെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താവും, ഉറപ്പായിട്ട് ഈ സംഭവം കട്ടായി പോകും. അതായത് ഇപ്പോൾ ആ ബൈൻഡിങ് വന്ന സമയത്ത് ഇങ്ങനെ ഒരു ഹോള് വന്ന സമയത്ത് ഇവിടെ എന്താവും, കട്ടായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇമേജുകൾ, ടെക്സ്റ്റുകൾ ഇതൊന്നും ഈ ഒരു ബോർഡറിനോട് ചേർത്ത് ഇടരുത് എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഞാനിപ്പോൾ ഇവിടെ നിഞ്ചസിൽ ജസ്റ്റ് ഒന്ന് റൂളർ സെറ്റ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വ്യൂവിൽ എടുത്താൽ മതി. ഓക്കെ, കണ്ടില്ലെങ്കിൽ വ്യൂവിൽ റൂളേഴ്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു സേഫ് മാർജിൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകും. അപ്പം ഞാനിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു ഇവിടെ നിന്ന് 6 പറഞ്ഞു. അതിപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, കണ്ടോ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6. അപ്പോൾ നമ്മളിപ്പോൾ 6ൽ നിന്ന് ഏകദേശം ഒരു 5 ആ ഒരു ലെവലേക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 വേണമെന്നില്ല. 5 കൊടുക്കുന്ന സമയത്ത് കറക്റ്റ് കണ്ടോ ഇവിടെ കിട്ടും. 5 വേണമെങ്കിൽ കൊടുക്കാം. എനിക്കിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5.3 ആ ഒരു അളവയ്ക്കും കൊടുത്തിട്ടുണ്ടെങ്കിൽ 3 കൊടുത്തിട്ട് എൻ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സേഫ് മാർജിൻ അടുക്കി കിടന്നുള്ളൂ. അപ്പോൾ ഇത്രയും പോർഷൻസിൽ എന്താവും, ആ ഒരു കട്ടിങ് വരാനുള്ളതാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പിക്ചർ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സെറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ട് എങ്ങനെയാണ് പിക്ചർ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു റെക്ടാങ്കിൾ എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു റെക്ടാങ്കിൾ എടുത്തിട്ട് ഇവിടുന്ന് ഇതിൻ്റെ ഷേപ്പ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇവിടെ കർവ് ചെയ്യാൻ പോവാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു കർവ് പോലെ കൊടുത്തു. ഇതിലും ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു കർവ് പോലെ കൊടുത്തു. ഓക്കെ, ഏകദേശം ഒരു ഇതുപോലെ കിട്ടി. അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ ഞാനിപ്പോൾ ബോർഡറിനോട് ചേർത്ത് ഇടുന്നില്ല കേട്ടോ. ഓക്കെ, ഇത് മതി. ഇതേപോലെ തന്നെ ഇവിടെ ജസ്റ്റ് ഒന്ന് സെറ്റ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എങ്ങനെയാണ് ഒരു പിക്ചർ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ഫയലിൽ ഇമ്പോർട്ടിൽ ഇവിടുന്ന് ഡൗൺലോഡ്സിൽ ഒരു ബർഗറിൻ്റെ, അപ്പം ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പിക്ക് ഞാൻ ഇവിടുന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മാറിപ്പോയി, കണ്ടോളാം ഈ അടിക്കാണ് ഒരു പിക്ചർ. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക്, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തെടുത്ത പിക്കാണ്. ഓക്കെ, പക്ഷേ ആ ബർഗറിൻ്റെ പിക്ക് എങ്ങനെയാണോ ആ രീതിയിലാണ് ഇവിടെ പിക്ക് ജനറേറ്റ് ആയിരിക്കുന്നത്, മീൻസ് ഇവിടെ വിസിബിൾ ആയിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ കണ്ടോ, ഇതിവിടെ പവർ ക്ലിപ്പ് ഇൻസൈഡ്, അതായത് നമ്മൾ ഫോട്ടോഷോപ്പിലും ഇല്ലസ്ട്രേറ്ററിലേക്ക് നമ്മൾ ക്ലിപ്പി മാസ്ക് ചെയ്യില്ലേ. ഓക്കെ, നമുക്ക് കോറൽ ഡ്രോയിൽ ക്ലിപ്പി മാസ്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പവർ ക്ലിപ്പ് ഇൻസൈഡ് എന്നൊരു ഓപ്ഷൻ യൂസ് ചെയ്യാം. പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പവർ ക്ലിപ്പ് ഇൻസൈഡ്. ഓക്കെ, ഇനി ഒരു ആരോ മാർക്ക് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, കാണുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ആരോ മാർക്കിൽ എന്ത് ചെയ്യുക, എവിടേത് ഒബ്ജക്റ്റിലേക്കാണോ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിനെ ക്ലിപ്പി മാസ്ക് ചെയ്യേണ്ടത് ആ ഒരു ഒബ്ജക്റ്റ് കണ്ടോ, ആ ഒബ്ജക്റ്റിൻ്റെ ഉള്ളിൽ വരാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായി, ഇവിടെ പവർ ക്ലിപ്പ് ഇൻസൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഫുള്ളായിട്ട് കാണാൻ പറ്റാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിക്ചറിൻ്റെ വലിപ്പം കണ്ടോ, ഈ പിക്ചറിൻ്റെ വലിപ്പം ഇത്രയേ ഉള്ളൂ, പക്ഷേ ഒബ്ജക്റ്റിൻ്റെ വലിപ്പം കണ്ടോ ഇത്രയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തോളണം, ഈ ഒരു ഒബ്ജക്റ്റിന് അനുസൃതമായിട്ട് വേണം ഈ പിക്കിൻ്റെ വലിപ്പം വരാനായിട്ട്. ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ട്രോൾ ഈ അടിക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് കൊണ്ടോ. ഇപ്പോൾ നോക്കിയേ, ഈ ഇമേജിൻ്റെ വലിപ്പം കണ്ടോ ഇതിനോടൊപ്പം ആയിട്ടുണ്ട്. ഓക്കെ, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പവർ ക്ലിപ്പ് ഇൻസൈഡ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, മനസ്സിലായെന്ന് കരുതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വലിപ്പ വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വിഡ്ത്തും ഹൈറ്റും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ കുറയ്ക്കണമെങ്കിൽ കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടിക്കുകയും ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ, ഈ രീതിയിൽ എന്തായി, ഈ സംഭവം ഓക്കെ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് ഇതിപ്പോൾ കണ്ടോ, ഇവിടെ നിന്നും നമുക്ക് ഓക്കെ അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കണ്ടോ, ഇവിടെ കയറിയിട്ടില്ല ഇമേജ്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ലാസ്റ്റ് ഫിനിഷ് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഔട്ട്ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരെ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുക, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്താൽ മതി. അപ്പോൾ അത് കണ്ടോ, മനസ്സിലായില്ലേ. ഇനി നിങ്ങൾക്ക് പല രീതിയിലും ഇതിനെ സെറ്റ് ചെയ്യാട്ടെ. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മാറ്റി വയ്ക്കുകയാണ്.
ജസ്റ്റ് ഒന്ന് കൺട്രോൾ Z അടിച്ച് ബാക്കിലേക്ക് വരാണ്. ഒരു എക്സാമ്പിൾ പോലെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്നൊരു ഷേപ്പിലൊരു കളർ പോലെ കൊടുക്കാൻ വയ്ക്കും. നമുക്കൊരു റെഡ് തന്നെ കൊടുക്കാം. ഓൾറെഡി കുറേ ഉള്ള കളറാണ് റെഡ്. ഓക്കെ, റെഡ് കൊടുത്തു. ഓക്കെ, പ്രസ് ചെയ്തു. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ ഞാൻ ഇവിടുന്ന് ഞാൻ ചെയ്തു. കൺട്രോൾ C കൺട്രോൾ V അടിച്ച് പേസ്റ്റ് ചെയ്തു. ഇപ്പോൾ കണ്ടോ, ഞാൻ ഒരു കോപ്പി പോലെ വന്നിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇമേജിനെ ഞാൻ ജസ്റ്റ് ഒന്ന് താഴോട്ട് വലിച്ചിട്ട് ഇതിനെ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് മേളിലേക്ക് വലിച്ചു. ഇതിങ്ങനെ ഒരു ഷേപ്പ് പോലെ. ഓക്കെ, ഇനി മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, പവർ ക്ലിപ്പ് കൊടുത്തു. കണ്ടോ, അപ്പോൾ എന്തായി, ഒരു ഒബ്ജക്റ്റ് പോലെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ ഒരു ഡിസൈൻ പോലെ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ സെറ്റായി. ഓക്കെ, അതായത് നമ്മുടെ ഇഷ്ടമാണ്. അതായത് നമ്മുടെ മീൻസ് എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഇതാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു സംഭവം തന്നെ അടുത്തതിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ പോവാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡേറ്റ് മാത്രമാണ് ഞാൻ മാറ്റണുള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ ഫെബ്രുവരി മാസമാണ് മാറുന്നുള്ളൂ. ബാക്കി ഇനി ഇമേജുകളൊക്കെ നിങ്ങൾക്ക് ഇനി അടുത്ത ഇതിലേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലായെന്ന് കരുതാണ്. കൺട്രോൾ C അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, പേജ് 2. ഓക്കെ, ഇവിടെ റീനെയിം ചെയ്യാം കേട്ടോ നിങ്ങൾക്ക്. ഞാനിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റീനെയിം ജാനിന് കൊടുക്കുക. ഓക്കെ, അടുത്തത് ഫെബ്രുവരി FBB എന്ന് കൊടുക്കണുള്ളൂ കേട്ടോ. ഓക്കെ, കൺട്രോൾ V അടിച്ച് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇമേജിനെ മാറ്റണം. അതായത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിലേക്ക് ആക്കണം. ഓക്കെ, ഫെബ്രുവരി മാസത്തിൻ്റെ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജനുവരിയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഫയൽ എടുക്കാം, ഇമ്പോർട്ട് എടുക്കാം. ഇമ്പോർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നേരെ ഞാനിപ്പോൾ ഇവിടെ 2026 കലണ്ടറിൽ മന്ത്സിലൊക്കെ ഉണ്ട് ഫെബ്രുവരി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഇത് കണ്ടോ, പക്ഷേ ഇമേജ് ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജിൻ്റെ മേളിലേക്കാണ് ഈ ഒബ്ജക്റ്റ് വന്നിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഒരു ഒബ്ജക്റ്റിൻ്റെ മേളിൽ നമ്മൾ മറ്റൊരു ഒബ്ജക്റ്റ് വയ്ക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അടിയിലിരിക്കുന്ന ഒബ്ജക്റ്റ് കാണാൻ പറ്റില്ല. സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒബ്ജക്റ്റുകൾ നമുക്ക് ബാക്കിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നേരെ ഒബ്ജക്റ്റ് മെനുവിലേക്ക് വരാം. ഇതിവിടെ ഓർഡർ. ഓക്കെ, ഓർഡറിൽ ബാക്ക് പോകാം. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഡേറ്റ് കാണാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിലെ ഓർഡറിൽ നമുക്ക് ഇവിടുന്ന് ബാക്ക് ഓഫ് ലെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ബാക്ക് ഓഫ് ലെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും, ആ 2026 ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫെബ്രുവരി ഞാൻ അവിടെ കൊടുത്തത് മാറിപ്പോയിട്ടോ. മീൻസ് ആ ഒരു അലൈൻമെൻ്റ് അല്ല അവിടെ കൊടുത്തത്. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഇമേജിനെ മാറ്റണം എന്തെങ്കിലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് അടിക്കുക. ഇവിടെ വെച്ചിട്ട് ഫിനിഷ് കൊടുക്കുക. വീണ്ടും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാനുള്ള മീൻസ് പിക്ചർ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക, ഫയൽ എടുക്കുക, ഇമ്പോർട്ട് എടുക്കുക, ഇമ്പോർട്ട് ചെയ്യുക, വലിച്ചിടുക. മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പവർ ക്ലിപ്പ് ഇൻസൈഡ് കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി എഡിറ്റിംഗ് വരുത്തണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റിംഗ് വരുത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എഡിറ്റിംഗ് വരുത്താനും പറ്റും. ഓക്കെ, ഫിനിഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് മൊത്തം സെലക്ട് ചെയ്തു, കൺട്രോൾ C അടിച്ചു, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്യണം, മാർച്ച് എന്ന് കൊടുക്കുകയാണ്, MARCH. ഓക്കെ, ഇനി വീണ്ടും കൺട്രോൾ V അടിച്ച് ഞാൻ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തു. നമുക്ക് പണ്ടത്തെ പോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഫെബ്രുവരി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ മാർച്ച് കയറ്റണം. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാണ്. പിക്ക് അടിയിലായിപ്പോയി, അതുകൊണ്ടാട്ടോ. ഫയൽ എടുത്തു, ഇമ്പോർട്ട് എടുത്തു. വീണ്ടും എന്ത് ചെയ്യുക, പണ്ടത്തെ രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ഇമേജുകൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇമേജ് അല്ല, മന്തകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യല ഞാൻ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുവന്ന് വയ്ക്കാം. ഇവിടെ സിയും ഇയും അടിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമേജ് ഇവിടെ കിടക്കാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് മൊത്തം സിയും ഇയും അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം മാറിപ്പോയി. കണ്ടോ, കണ്ടോ, മൊത്തം മാറിയത് കണ്ടോ, ഈ പിക്ചർ അടക്കം ഇവിടെയായിട്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്,
കണ്ടോ ഈ രീതിയിൽ ചെയ്തു കൊടുത്തത്. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സിയും ഇയും അടിച്ചിട്ട് ഓരോ മന്തിലും എന്ത് ചെയ്യുക, മൊത്തം ഒബ്ജക്റ്റുകൾ സെലക്ട് ചെയ്തിട്ട് സിയും ഇയും അടിച്ചിട്ട് ഫൈനൽ ചെയ്യുക. അതായത് മന്തുകൾ ആദ്യം സെറ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ജനുവരിയിൽ ക്ലിക്ക് ചെയ്യുക, ഇമേജ് വയ്ക്കുക, ഫെബ്രുവരിയിൽ ക്ലിക്ക് ചെയ്താൽ ഇമേജ് വയ്ക്കുക, മാർച്ചിൽ ക്ലിക്ക് ചെയ്യുക, ഇമേജ് വയ്ക്കുക. അങ്ങനെ ഓരോ ഇതിലും ചെയ്താൽ മതി, നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടുന്ന് പണ്ടത്തെ രീതിയിൽ തന്നെ പോവാണ്. ഓക്കെ, അപ്പം ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് പുറത്തുകൊണ്ട് ക്ലിക്ക് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു, ഇവിടെ സെൻറ്റർ തന്നെ നമുക്ക് ഇവിടുന്ന് കറക്റ്റ് അറിയാൻ പറ്റും സെൻറ്റർ തന്നെയാണോ. ഓക്കെ, നമുക്കിത് ഇവിടെ കണ്ടോ കറക്റ്റ് സെൻറ്റർ എന്ന് എഴുതി കാണിച്ചു തന്നെ കണ്ടോ. ഓക്കെ, വീണ്ടും മൊത്തം സെലക്ട് ചെയ്തു, മന്ത് സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റിൽ വന്നു, ഓർഡറിലെ ബാക്ക് ഓഫ് ലെയർ, മനസ്സിലായല്ലേ? ബാക്ക് വൺ കൊടുക്കണ്ട, ബാക്ക് ഓഫ് ലെയർ കൊടുത്താൽ മതി. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, മാർച്ചിൻ്റെ ഇതിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒപ്പം തന്നെ 2026 വെച്ചേക്കാം. ഞാനതിപ്പോൾ ഡിസൈൻ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയൊരു ഫോൾട്ടാട്ടോ. അതായത് ഇപ്പോൾ മന്തിൻ്റെ ഒപ്പമല്ല ഞാൻ ഇയർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുക. പണ്ട് ഞാൻ വീഡിയോ എടുക്കണം, മീൻസ് ഡിസൈൻ ചെയ്ത സമയത്ത് ഏകദേശം ഇറക്കി വയ്ക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയായിട്ട് തോന്നുന്നു ഈ ഒരു ലെവലിൽ ഇരിക്കുമ്പോൾ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഓരോ മന്തിലും വന്നിട്ട് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ ഫെബ്രുവരി മാസത്തിൻ്റെ അലൈൻമെൻ്റ് അല്ല മാർച്ചിൽ അലൈൻമെൻ്റ് അല്ല ഫെബ്രുവരിയിൽ, അങ്ങനെ. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ഇവിടുന്ന് എന്ത് ചെയ്യാം, റീനെയിം ചെയ്യാം, ഏപ്രിലിൽ കൊടുക്കാം. ഓക്കെ, APRIL. ഓക്കെ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, Ctrl A അടിച്ച് മൊത്തം സെലക്ട് ചെയ്തു, Ctrl C അടിച്ച് കോപ്പി എടുത്തു, ഏപ്രിലിൽ വന്നിട്ട് Ctrl V അടിച്ച് എന്ത് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. വീണ്ടും പണ്ടത്തേതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഫയൽ എടുത്തു, ഇമ്പോർട്ട് എടുത്തു, ഏപ്രിൽ. ഓക്കെ, ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്യാം, ഇതിവിടെ കൊണ്ടുവന്ന് വയ്ക്കാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് സെൻറ്റർ ആണെന്ന് കണ്ടോ കാണിച്ച് തന്നിട്ടുണ്ടാവും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യാം, ഒബ്ജക്റ്റിൽ ഓർഡറിൽ ബാക്ക് ഓഫ് ലെയർ. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ അലൈൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചറൊക്കെ എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു, ഫിനിഷ് കൊടുത്തു. വീണ്ടും Ctrl I അടിച്ചിട്ട് എന്ത് ചെയ്യുക, ഏത് ഇമേജ് ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഇമേജ് എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിപ്പി മാസ്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് ക്ലിപ്പി മാസ്ക് ചെയ്ത് കാണിക്കുന്നില്ല, ഓരോ മാസത്തിലേക്കും പോവാണ്. Ctrl C അടിച്ച് ഏപ്രിൽ കൊടുത്തു. ഞാൻ ഇവിടെ മെയ് മാസം വരെയായിട്ട് കാണിക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് വേണം എന്തുണ്ടെങ്കിലും എന്ത് ചെയ്യാം, ഞാനിപ്പോൾ എല്ലാ പിക്ചറും ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അത് വെച്ചിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ മെയ് വരെയാണ് കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ നിന്ന് മാർച്ച് ഏപ്രിൽ മെയ്ന്ന് കൊടുത്തു, ഓക്കെ കൊടുത്തു. വീണ്ടും Ctrl V അടിച്ച് പേസ്റ്റ് ചെയ്തു. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിലീറ്റ് അടിക്കാം. വീണ്ടും Ctrl I അടിക്കാം. വീണ്ടും എന്ത് ചെയ്യാം, മെയ് മാസത്തെ എന്ത് ചെയ്യാം, കലണ്ടർ ഓപ്പൺ ചെയ്തെടുക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്റർ പോർഷൻസിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും കേട്ടോ സെൻറ്റർ ആണോ. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ആ രീതിയിൽ എന്ത് ചെയ്യുക, ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തേക്കാം. ഒരു വരയിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിലേ കറക്റ്റ് ലെവലായിട്ട് നമുക്ക് ഇവിടുന്ന് അറിയാൻ പറ്റും സെൻറ്റർ ആണോ എന്ന്. കറക്റ്റ് നമുക്ക് ഇവിടുന്ന് സെൻറ്ററാക്കി കാണിച്ചു തരും. ഉണ്ടോ, സെൻറ്റർ ആണ് കറക്റ്റ്. ഓക്കെ, അല്ല ഓക്കെ, മീൻസ് നീക്കുന്ന സമയത്ത് സെൻറ്റർ ആണെന്ന് കറക്റ്റ് കാണിച്ചു തരും. വീണ്ടും എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് എടുക്കുക, ഓർഡറിലെ ബാക്ക് ഓഫ് ലെയർ. ഓക്കെ, മെയ് മാറ്റി എന്ത് ചെയ്യുക, അങ്ങനെ മെയ് ആക്കാം. ഇതിന് ശേഷം എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക, ഇങ്ങനെ നീക്കി വയ്ക്കും. ഓക്കെ, വീണ്ടും എന്ത് ചെയ്യുക, Ctrl C അടിക്കുക, റീനെയിം ചെയ്യുക. ജൂൺ ആക്കുക, Ctrl V അടിച്ച് പേസ്റ്റ് ചെയ്യുക. വീണ്ടും എന്ത് ചെയ്യാം, ഇത് റിമൂവ് ചെയ്തു, ഇത് റിമൂവ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തു, ഫയലിൽ ഇമ്പോർട്ടിൽ ജൂൺ മാസത്തെ കണ്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്യാം, കറക്റ്റ്
സെൻറ്റർ ആക്കുക. സെൻറ്റർ ആണെങ്കിൽ അറിയാൻ പറ്റും, കണ്ടോ കറക്റ്റ് സെൻറ്റർ ആണെന്ന് അറിയിച്ചു തരും. വീണ്ടും എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക ഒബ്ജക്റ്റിലെ ഇവിടുന്ന് ഓർഡറിൽ ബാക്ക് ഓഫ് ലെഫ്റ്റ്. അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടുന്ന് അലൈൻമെൻറ്റ് അല്ലെങ്കിൽ കറക്റ്റ് അലൈൻമെൻറ്റ് ആക്കിയേക്കാം. ഇവിടുന്ന് ഇങ്ങനെ നീക്കി വയ്ക്കാം. ഒരു കാരണവശാലും ഇവിടുത്തെ അലൈൻമെൻറ്റ് നീങ്ങാൻ പാടില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് എന്ത് ചെയ്യാം, ഇവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ മന്തിലും എന്ത് ചെയ്യുക, നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇമേജുകൾ എന്ത് ചെയ്യുക, ആവശ്യത്തിന് ഇവിടെ നിന്ന് ഇറക്കി വെക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ രീതിയിൽ ഇറക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, അത് ഓരോ മന്തിലും കൊടുക്കണം കേട്ടോ. ഈ ഒരു അലൈൻമെൻറ്റിന് ഒത്തായിരിക്കണം നിങ്ങളുടെ മറ്റ് ഇമേജുകളും വരേണ്ടത്. അത് മാറിപ്പോകാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെ ആയിരിക്കണം. ഞാൻ ഇവിടെ ഒബ്ജക്റ്റ് വരച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്കൊരു ഇതുപോലെ തോന്നാത്തത്. ഓക്കെ, ഈ രീതിയിൽ എന്ത് ചെയ്യാം, ജൂലൈ ചെയ്യാം, ഓഗസ്റ്റ് ചെയ്യാം, സെപ്റ്റംബർ ചെയ്യാം, ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ ചെയ്യാം. ജൂൺ മാറ്റി ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, റീനെയിം ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു, ജൂലൈയിലാക്കി. ഓക്കെ, വീണ്ടും നമ്മൾ ജൂൺ മാസത്തെ സെയിം മോഡൽ തന്നെയാണ് ജൂലൈയിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മൊത്തം ഒന്നല്ലെങ്കിൽ Ctrl+A അടിച്ച് Ctrl+C അടിച്ച് കോപ്പി എടുക്കുക. ഓക്കെ, ജൂലൈയിൽ വരാം. ജൂലൈയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇമേജ് നമുക്ക് റിമൂവ് എന്താ പറയുക, റീപ്ലേസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഇവിടുന്ന് ഡിലീറ്റ് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് കൊടുത്തു. ഫയലിൽ ഇമ്പോർട്ടിൽ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തെടുക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തു, മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഇവിടെ നിന്ന് കണ്ടോ, പവർ ക്ലിപ്പ് ഇൻസൈഡ്. പക്ഷേ ഇങ്ങനത്തെ പിക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആട്ടോ, അതായത് കറക്റ്റ് വലിപ്പമായിരിക്കുള്ളൂ. കണ്ടോ, ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ വെർട്ടിക്കലായിട്ടുള്ള പിക്കുകൾ എടുക്കാൻ നോക്കട്ടെ മാക്സിമം. ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്തു, പവർ ക്ലിപ്പ് ഇൻസൈഡ് ക്ലിക്ക് ചെയ്തു. ഇത് കണ്ടോ കറക്റ്റ് ഇവിടെ ആഫ്റ്റായി. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ജൂൺ മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ജൂണിലെ കലണ്ടർ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതും ഡിലീറ്റ് ചെയ്തു. ഫയല് ഇവിടുന്ന് ഇമ്പോർട്ട് എന്ത് ചെയ്യുക, നേരെ ഞാൻ തന്നിരിക്കുന്ന കലണ്ടർ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ജൂലൈയിലല്ലേ. ഓക്കെ, ഇപ്പോൾ ജൂലൈയിൽ എടുത്തു. ഓക്കെ, ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടു കറക്റ്റ് സെൻറ്റർ. ജസ്റ്റ് ഒന്ന് മൗസ് ചെയ്ത് ഇങ്ങനെ കാണിച്ചാൽ മതി. കണ്ടോ, നമുക്ക് കറക്റ്റ് ഇതായിട്ട് കിട്ടും. എന്നിട്ടും ഇങ്ങനെ വന്നിട്ടും കിട്ടുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക, ഇത് എഡ്ജാണ്, കറക്റ്റ് സെൻറ്റർ ആക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒബ്ജക്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇത് ഇവിടുന്ന് കറക്റ്റ് സെൻറ്ററായിട്ട് നമുക്ക് കിട്ടും. ഇവിടെ അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, അതേ കണ്ടോ കറക്റ്റ് സെൻറ്ററായി. ഓക്കെ, ഓരോന്ന് എന്ത് ചെയ്യുക, ഇവിടുന്ന് ചെയ്ത് കൊടുക്കുക. ഓരോ ഒബ്ജക്റ്റ് മീൻസ് മേളിലേക്ക് വയ്ക്കുന്ന സമയത്ത് ഓർഡറിൽ വന്നിട്ട് ബാക്ക് ഓഫ് ലെയർ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക, അങ്ങനെ ചെയ്ത് പോവാം. ഓക്കെ, ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ PDF ആയിട്ട് എടുക്കാൻ പറ്റും. അതിനായിട്ട് ഫയൽ എടുക്കുക, ഇവിടെ എക്സ്പോർട്ട്. ഓക്കെ, എക്സ്പോർട്ടിൽ നമുക്കിത് ഇവിടുന്ന് JPG മാറ്റി നമുക്ക് എന്ത് ചെയ്യാം, ഇതിവിടെ PDF എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇവിടെ PDF അഡോബി പോർട്ടബിൾ കണ്ടോ, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. ക്ലിക്ക് ചെയ്യാം. ഞാൻ ഇവിടുന്ന് തൽക്കാലം ഡെസ്ക്ടോപ്പിലേക്ക് കൊടുക്കുകയാണ്. കലണ്ടർ 2026 ഓൾറെഡി നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത് കാരണം ഇവിടെ ഫയൽ നെയിം ഓൾറെഡി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അൺടൈറ്റിൽഡാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുത്തേക്കാം. എക്സ്പോർട്ട് ചെയ്യാം. ഓക്കെ, കറണ്ട് ഡോക്യുമെൻ്റ് ആണോ എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് ഓക്കെ കൊടുത്തു. നിങ്ങൾക്കിത് വന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ കലണ്ടർ 2026 വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ജനുവരി വന്നിട്ടുണ്ട്, ഫെബ്രുവരി വന്നിട്ടുണ്ട്, മാർച്ച് വന്നിട്ടുണ്ട്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ കണ്ടോ. ബാക്കി പേജുകൾ മാത്രമേ ഉള്ളൂ, ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് വരാത്തത്, ബാക്കി മാസത്തെ ഒന്നും വരാത്തത്. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രിന്റ് ചെയ്യുന്ന ഷോപ്പിൽ എന്ത് ചെയ്യുക, കൊണ്ടുപോയി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രിന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പ്രിന്റ് എടുത്ത് തന്ന് അവരെന്ത് ചെയ്യും, ഇത് നിങ്ങൾക്ക് കലണ്ടറാക്കി സെറ്റ് ചെയ്ത് തരും. ഓക്കെ, ഏകദേശം ഒരു 300-250 ആ ഒരു റേറ്റൊക്കെ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്ന സമയത്താണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യലുമായി നമ്മുടെ വീട്ടിൽ എന്താക്കി നമ്മൾ ഡിസൈൻ ചെയ്ത ഒരു പ്രൊഡക്റ്റ് മീൻസ് ഒരു ഡിസൈനായിട്ട് എന്താ പറയുക, നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, ഫ്രീ എന്താ പറയുക ഒരു കോംപ്ലിമെൻറ്റ് പോലെ കൊടുക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീട്ടിലുള്ള ഫോട്ടോകൾ വെച്ചിട്ട്, അതായത് നിങ്ങളുടെ ഫാമിലി ഫോട്ടോയോ റിലേറ്റീവിൻ്റെ ഫോട്ടോയോ ബേബി ഫോട്ടോസുകളോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ഥാപനം നടത്തുന്ന വ്യക്തികളാണെങ്കിൽ അതിൻ്റെ ഫോട്ടോസുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ എന്ത് ചെയ്യാം, കലണ്ടർ പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിലേക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം, മീൻസ് പേയ്മെൻറ്റ് മേടിച്ചിട്ട് വർക്ക് ചെയ്യാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ പഠിക്കാം.
ഓക്കെ, ഇതുപോലുള്ള ഇഷ്ടംപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യാം അടുത്തുള്ള എപ്പിസോഡുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഓഗസ്റ്റ് ആക്കുക, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ ഫുള്ളും ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാം, ഞാനത് വീഡിയോയിൽ കാണിക്കില്ല. ഓക്കെ, വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഡ്യൂറേഷൻ കൂടി പോകും. ഓക്കെ, ഞാനിപ്പോൾ എല്ലാ മന്തിലും എന്ത് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.